വീടിൻ്റെ മുറ്റത്തുള്ള മിൽക്ക് ഫ്രൂട്ടിൻ്റെ മരം. ഇത് നിറയെ മിൽക്ക് ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുകയാണ്. 2 ദിവസം മുമ്പ് ഞങ്ങൾ റിഹേഴ്സലായിട്ടാണ് പറിച്ചിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഏതാണ്ട് ഇതൊരു പരുവത്തിലായിട്ടുണ്ട്. പറിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. ഇങ്ങനൊരു നങ്ങുന്ന ഭാഗത്തിലാകുമ്പോൾ പറിക്കണം. അതൊരു നല്ല സോഫ്റ്റായി വരും. ഏതാണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം അതായത് സോഫ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ വരും. ഈ ഫ്രൂട്ട് ഇങ്ങനെ ഇളകി വരും. കളർ മാറി അപ്പം ഏകദേശം ഒരു ചെറിയ ലൈറ്റ് റെഡായിട്ട് റോസ് കളറായിട്ട് വരും. അത് ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായിട്ടില്ലെങ്കിൽ അതിൻ്റെ ചൊട്ടടക്കം വരും. ഇത് ഏകദേശം 2 എണ്ണം പരുവത്തിലായിട്ടുണ്ട്. ആ 3ാമത്തെ വലിയതായിട്ട് നേരായിട്ടുണ്ട്. അത് പറിച്ചെന്ന് വന്ന് കാണിച്ച് എല്ലാവർക്കും പ്രഷർക്കെല്ലാം കാണിച്ചു. അടിപൊളിയാണ്. അല്ല ഇത് കുറച്ച് ലൈറ്റ് റോസ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പാട്ടിലേക്ക് റോസ് കളറായ ഒന്നുണ്ട്. ഇത് മോൾ പിടിക്കേ. അപ്പോൾ കുഞ്ഞിനും കാണിക്കില്ല. ഇത് നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ശരിയായ കളറ്. ഈ പരുവത്തിലാകുമ്പോൾ മാക്സിമം ഇതായി. അപ്പോൾ ഇത് നമുക്ക് പിന്നീട് മുറിച്ച് കാണിക്കാം. ഇതിപ്പോൾ 2 വർഷമായിട്ട് ഇത് ഇങ്ങനെ ടോട്ടൽ 3 വർഷം കഴിഞ്ഞത്. 2 വർഷമാകുമ്പോൾ ഇത് തന്നെ നിറയെ പൂത്തിരുന്നു. അപ്പം കായ്കളൊന്നും അങ്ങനെ കൂടുതലുണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ യൂട്യൂബ് നോക്കിയിട്ട് അതിൽ എന്താണെന്നുള്ള ഇത് കായ്ക്കാൻ എന്താണ് മാർഗം നോക്കുമ്പോൾ അതിലൊരു യൂട്യൂബർ പറയുന്നുണ്ടായിരുന്നു, ഇത് പൂത്ത സമയത്ത് നിന്ന് ഷെയ്ക്ക് ചെയ്യണം. 2-3 പ്രാവശ്യമായിട്ട് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ഷെയ്ക്ക് ചെയ്തതിന് ശേഷമാണ് ശരിക്കും പിടിച്ചത്. അതായിട്ടില്ല. ഇപ്പോൾ ഈ വർഷം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. 10-20 ഉണ്ടായിരുന്നു. 4-5 ഞങ്ങൾ മുന്നേ പറിച്ചിരുന്നു. ഇപ്പോൾ മസാല നല്ല കൂടുതലായിട്ടുണ്ട്. അടുത്ത വർഷം ഒന്നും കൂടി ഷെയ്ക്ക് ചെയ്താൽ അതിലും കൂടുതൽ കായ് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് മുറിച്ച് കാണിക്കാം. പറിച്ചതിന് ശേഷം ഇതാണ് ഇതിൻ്റെ മരം. ഇത്ര ഹൈറ്റ് വരും. ഇതിങ്ങനെ പടർന്ന് വരും. കൂടുതൽ ഹൈറ്റൊന്നും പോവില്ല. മാക്സിമം ഒരു 3 മീറ്ററിൻ്റെ അകത്ത് ഇങ്ങനെ പടർന്ന് കിടക്കും. അതേപോലെ തന്നെ അപ്പുറം എന്താണ് ഹൈറ്റാകും. അതായത് അടുത്ത് മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്. ഇതൊന്നും കൂടുതൽ ഹൈറ്റിൽ വരില്ല. കൂടെ പറിക്കുന്നത് കൊണ്ട് കായ് അങ്ങനെ അത്യാവശ്യം ഉണ്ടാകുന്നുള്ളൂ. ആൾക്കാരൊക്കെ കണ്ട് പറിക്കുന്നത്. അതായത് ഒന്ന് പറിച്ചതാണ് നോക്കിക്കോളൂ. ശരിയായ റെഡ് കളർ. ഇത് തിന്നാനുള്ള ടേസ്റ്റ് ഇല്ല. അതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഇപ്പം ഇതാ ഇവിടെ ഒന്നുണ്ട്. ഇത് തിന്നാൽ പിന്നെ ചെറുപുളി ഒന്ന് കഴിച്ചാൽ മധുരം പോയില്ല. അതെ, അടിപൊളിയാണ്. അപ്പം വേറെ ഇപ്പോൾ റംബൂട്ടാൻ ഇത് കണ്ട. ഇപ്പോൾ ഇത് പറിച്ചതിന് ശേഷമുള്ള ഈ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇത് കണ്ട മിൽക്ക് പുറത്തേക്ക് വന്ന് നിൽക്കുന്നത്. ഇത് മുറിച്ച് 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു മിൽക്കിൻ്റെ പരുവത്തിൽ കാണാതെ നല്ല ടേസ്റ്റാണത്. ഇതായിപ്പോൾ ഞാൻ മുറിച്ച് കാണിക്കാതെ വേണ്ട. ഏതാണ്ട് നല്ല പരുവത്തിലായതാണ്. മരത്തിൽ നിന്ന് തന്നെ പറിക്കുമ്പോൾ ഉണ്ടായ പഴുപ്പാണിത്. കാണുമ്പോൾ ഉണ്ടായി പാലൊഴുകും പോലെ. പാലിപ്പം തന്നെ ഏകദേശം ഈ കത്തിക്ക് കാണാം. മിൽക്ക് അപ്പം അത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ മുറിക്കുന്നതാണ്. നോക്കിക്കോളൂ. വേണ്ട, ഇത് ഒരു സപ്പോർട്ടൻ്റെ പരുവത്തിലാണ് അകത്ത്. നല്ല കുറച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് രൂപത്തിൽ ഇങ്ങനെ വന്ന് ഒരു സ്റ്റോറായിട്ട് നിൽക്കും. ഇത് ഏകദേശം നമ്മളൊരു പനത്തേങ്ങൻ്റെ ടേസ്റ്റാണ്. നല്ല തിന്നാൻ ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം, ട്രൈ ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ കണ്ടോ. ഇത് നമ്മൾ ശരിക്ക് പഴുത്ത് പറിക്കുമ്പോൾ അതിന് പാല് കണ്ടോ. പാലിങ്ങനെ ഈ രൂപത്തിലായി വന്ന് നിൽക്കും. അത് ഇപ്പോൾ ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. നല്ല ശരിക്ക് പഴുത്ത സമയത്താണ് ഇത് പറിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീണ്ടും വീഡിയോ കാണുന്നവരെ വണക്കം.